സുഹൃത്തുക്കളെ 10 മിനിറ്റ്സ് മൂവിയിലേക്ക് സ്വാഗതം. കൊറോണ സമയത്ത് പെട്ടെന്ന് അറിയിക്കപ്പെട്ട ലോക്ക്ഡൌണിൽ കുടിയേറ്റ തൊഴിലാളികൾ, അതായത് ഈ പുറത്തു നിന്നും ജോലി ചെയ്യാൻ വന്നവരൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കാതെ വിട്ടുപോയ ഒരു കാര്യമാണ്. അതിനെപ്പറ്റിയുള്ള ഒരു ചിത്രമാണ് ഹോം ബൗണ്ട്. ഇത് 2025 ഇറങ്ങിയ മൂവിയാണ്. ഇതാണ് കഥയുടെ മെയിൻ കഥാപാത്രങ്ങൾ. ഇവർ എങ്ങനെയെങ്കിലും പോലീസ് എക്സാം എഴുതി പാസ്സായി ഒരു ഗവൺമെന്റ് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോൾ അവിടെ പ്ലാറ്റ്ഫോമിൽ ലക്ഷക്കണക്കിന് കൂട്ടമുണ്ടായിരുന്നു. എല്ലാവരും ഈ എക്സാം എഴുതാൻ വേണ്ടി വന്നവരാണ്. ഇവന്റെ പേരാണ് ചന്ദൻ കുമാർ. ഇവൻ ഇത് കണ്ടതും തിരിഞ്ഞു പോകാൻ നോക്കി. അപ്പോൾ ഓടി വന്ന് ഇവനെ തടഞ്ഞു. ഇവന്റെ പേര് മുഹമ്മദ് ഷോബ് അലി. ഇതിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചത്, എല്ലാം നോക്കാമെന്ന് പറഞ്ഞു പോകുന്നു. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം, ഇരിക്കാനായിട്ട് സ്ഥലം പിടിക്കുക എന്ന് ചന്ദനെ പറഞ്ഞയക്കുന്നു. ചന്ദന് നല്ല ദാഹമുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു പെൺകുട്ടി വെള്ളം വേണോ എന്ന് ചോദിച്ചു കൊടുത്തു. അങ്ങനെ അവർ തമ്മിൽ മിണ്ടിയും പറഞ്ഞ് ഫ്രണ്ട്സ് ആവുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ്, ട്രെയിൻ വേറെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അലറി അടിച്ച് ഓടുന്നു ട്രെയിനിനെ പിടിക്കാനായിട്ട്. എങ്ങനെയോ കഷ്ടപ്പെട്ട് അടിച്ചു പിടിച്ച് ഇവർ രണ്ടുപേരും ട്രെയിനിൽ കയറുന്നു. എങ്ങനെയോ എക്സാം ഒക്കെ എഴുതിയിട്ട് വന്നു. മാസങ്ങളായി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിള്ളേര്. ചന്ദന്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, ചേച്ചി 3 പേരും കൂലിപ്പണിക്കാണ് പോകുന്നത്. പക്ഷെ അത്രയും കഷ്ടത്തിലും ചന്ദനെ പണിക്ക് പോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ അലിയുടെ വീട്ടിലാണെങ്കിലും അതേപോലെയാണ് അവസ്ഥ. പാവപ്പെട്ടവരാണ്. അവന്റെ അച്ഛനാണെങ്കിൽ കാൽവേദനയും ഉണ്ട്, പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അലിയുടെ വീട്ടിലാണെങ്കിൽ ഇവനെ പണിക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. ഇവനും പിറ്റേ ദിവസം ഒരു മിനറൽ വാട്ടർ കമ്പനിയിലെ ക്ലർക്കായിട്ട് ജോലിക്ക് കയറി. അവിടെ HR ഇവന്റെ ID കാർഡ് മാത്രമല്ലാതെ വീട്ടുകാരുടെ ID കാർഡും കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഇത് അവൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, എല്ലാവിടെയും ജോലിക്ക് വരുന്നവരുടെ ID കാർഡ് മാത്രമാണ് ചോദിക്കുന്നത്, പേരൻസിന്റെ പേര് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇവിടെ മുസ്ലിം ആയതുകൊണ്ട് തന്നെ അവരുടെ ID കാർഡും ചോദിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് അവർ വിഷമിക്കുന്നു. ഇവിടെ ചന്ദന് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കോള് വന്നില്ല എന്ന ടെൻഷനാണ്. പ്ലസ് ഇപ്പോ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പെണ്ണുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പൊ അലി വരുന്നു. ശരിക്കും ഇവർ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ ആരും ഇവരെ ഒരു വില വെക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും നമ്മളെ വില വെക്കണം. അതിനായിട്ടാണ് നല്ലൊരു ജോലി വേണമെന്ന് ഇവർ പോരാടുന്നത്. ശേഷം ചന്ദൻ വീണ്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ആ എക്സാം റിസൾട്ട് എപ്പോൾ വരുമെന്ന് ചോദിക്കുന്നു. അവിടെയുള്ള ഓഫീസറും നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. ഇവനും ചന്ദൻ കുമാർ എന്ന് പറയുന്നു. ആ ഓഫീസറും നിന്റെ ഫുൾ നെയിം എന്താണെന്ന് പറയാനായിട്ട് പറയുന്നു. അതായത് ആ സൈഡുള്ളവരൊക്കെ പേരിന് പിന്നാലെ അവരുടെ ജാതിയും ചേർത്താണ് പറയുക. എത്ര ചോദിച്ചിട്ടും ഇവൻ പറയുന്നില്ല. ഓ, അപ്പൊ നീ റിസർവ് കാറ്റഗറി ആണോ എന്ന് ചോദിക്കുന്നു. അല്ല, ജനറൽ ആണെന്നും ഇവൻ പറയുന്നു. പക്ഷേ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു. അതിനായിട്ട് ഈ റിസർവ് കാറ്റഗറിയെ കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത്? നമുക്ക് കിട്ടാവുന്ന ചെറിയ ജോലി മുതൽ വലിയ ജോലി വരെ അവർ എടുത്തിട്ട് പോകുന്നു. അതിനെപ്പറ്റി നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവൻ ഇതൊക്കെ കേട്ടതും അവന്റെ കണ്ണൊക്കെ അങ്ങനെ നിറയുന്നു. പക്ഷെ ഇവൻ ജനറൽ ആണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അതേ എന്ന് പറയുന്നു. ഈ കാര്യം ഇവൻ അലിയോട് വന്ന് പറയുന്നു. ഇതുകൊണ്ടാണ് ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ ജീവിച്ച് കാട്ടണമെന്ന് അലി പറയുന്നു. ഇവിടെ ചന്ദൻ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട പെണ്ണുമായിട്ട് സംസാരിക്കുന്നു. അവരിപ്പോൾ ലവറാണ്. അവള് ഡിഗ്രി പഠിക്കാൻ പോകുന്നതിനെ പറ്റി പറയുകയാണ്. എന്റെ അച്ഛനും ഒരു പോലീസാണ്. പക്ഷെ ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വലിയ പോസ്റ്റ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് മര്യാദ വേണമെങ്കിൽ ഡിഗ്രി പഠിക്കണമെന്ന് പറയുന്നു. അവൾ കോളേജിൽ ജോയിൻ ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇവനും ജോയിൻ ചെയ്തു ഡിഗ്രിക്കായിട്ട്. അവിടെയും കാറ്റഗറിയിൽ ജനറൽ ആണ് ഇവൻ സെലക്ട് ചെയ്തത്. ശേഷം ഇവിടെ ചന്ദന്റെ അമ്മയും ചേച്ചിയും സംസാരിക്കുന്നു. അവരിപ്പോൾ ഇരിക്കുന്നത് ഒരു പാട്ട വീടാണ്. എത്രയും പെട്ടെന്ന് ഒരു സിമന്റ് വീട്ടിലേക്ക് മാറണമെന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷെ 3 പേര് ജോലിക്ക് പോയിട്ടും ഒരു വീട് കെട്ടാനുള്ള പൈസയാവുന്നില്ല. അപ്പോൾ അവന്റെ ചേച്ചി പറയുന്നു, മിണ്ടാതെ ചന്ദനും ജോലിക്ക് വന്നാൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് പറയുന്നു. പക്ഷെ ആ അമ്മ, നിന്നെയെ പഠിപ്പിക്കാൻ പറ്റിയില്ല, അവനെങ്കിലും പഠിക്കട്ടെ എന്ന് പറയുന്നു. ശേഷം ഇവിടെ ഒരു വീട്ടിൽ ഫിൽറ്റർ വിൽക്കാനായിട്ട് മാനേജറും സെയിൽസ് ടീമിലെ ഒരു ചെക്കനും വന്നിട്ടുണ്ട്. കൂടെ നമ്മുടെ അലിയും ഉണ്ടായിരുന്നു. ആ സെയിൽസ്മാൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവർ കൺവിൻസ് ആകുന്നില്ല. വെറുതെ ആവശ്യമില്ലാതെ മാസം ഇതിന് പൈസ ചെലവാക്കണമെന്ന് പറയുന്നു. അപ്പോൾ അലി ആ വീട്ടിൽ കുറെ മെഡിസിൻസ് ഉള്ളത് കാണുന്നു. മാനേജറോട് പെർമിഷൻ ചോദിച്ചവൻ സംസാരിക്കുന്നു. നിങ്ങൾ ഈ മരുന്നുകൾക്ക് ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്, അത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറവാണ്. അവരും വെള്ളം ശുദ്ധമായിരിക്കാനാണ് ഞങ്ങൾ ദിവസവും ചൂടാക്കി കുടിക്കുന്നതെന്ന് പറയുന്നു. എന്തിലാണെന്ന് ചോദിച്ചപ്പോൾ ഗ്യാസ്. ഡെയിലിയും അരമണിക്കൂർ ഗ്യാസ് കത്തിച്ചാൽ നിങ്ങൾക്ക് 80 രൂപ വരും. മാസം 2400ഓളം. ഇതാകുമ്പോൾ 6 മാസത്തിലൊരിക്കൽ ഫിൽറ്റർ മാത്രം മാറ്റിയാൽ മതി. ഇതൊക്കെ കേട്ടതും അവർ കൺവിൻസിംഗ് ആയി. ആ സെയിൽ നടക്കുന്നു. മാനേജറും പുറത്തു വന്നിട്ട് ഇവനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. നീ മിണ്ടാതെ സെയിൽസ് ടീമിൽ വാ എന്ന് പറയുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ബേസിക് ഡിഗ്രി പോലും ഇല്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോലീസ് ആകാനാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നു. ഇവിടെ ചന്ദൻ കോളേജിലേക്ക് പോകുന്നു. കോളേജിൽ പോയാൽ മുഴുവനും ഇംഗ്ലീഷ് ആയിരുന്നു. അവനൊന്നും പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ബുക്ക് വാങ്ങാൻ നോക്കുമ്പോൾ അതിനുള്ള പൈസയും ഇല്ല. അവന്റെ ലവർ ആയിരുന്നു ഫസ്റ്റ് ഇയർ ബുക്കൊക്കെ അവന് കൊടുത്തത്. പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും കഷ്ടമായിട്ടാണ് തോന്നുന്നത്. ശരി, എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്ന് ഇവളും പറയുന്നു. ശേഷം അലിയുടെ വീട്ടിൽ റംസാൻ എന്തോ ആണ് തോന്നുന്നു, ബിരിയാണിയൊക്കെ വെച്ചിരിക്കുന്നു. ചന്ദനും ഉണ്ടായിരുന്നു, കഴിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് റിസൾട്ടിന്റെ മെസ്സേജ് വന്നു. അവിടെ നെറ്റ്വർക്ക് ശരിയാവണം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും രണ്ടുപേരും കഫേയിലേക്ക് പോയി. ആദ്യം ചന്ദന്റെ പേരാണ് നോക്കിയത്. അവന്റെ പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 2 പേർക്കും നല്ല സന്തോഷമായിരുന്നു. പിന്നെ അലിയുടെ പേരും നോക്കി. ഒരുപാട് വട്ടം നോക്കിയിട്ടും അവന്റെ പേരുണ്ടായിരുന്നില്ല. അലിക്കാണെങ്കിൽ ഒരുമാതിരിയായി. ഇവിടെ ചന്ദന്റെ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. ഇനിയുള്ളത് ഫിസിക്കലാണ്, അതൊന്നും കുഴപ്പമില്ല, ഇതാണ് മെയിൻ ആയിരുന്നത്, ഇതിലെ പാസ്സായി എന്ന് പറയുന്നു. ഇവിടെ അലിയുടെ വീട്ടിൽ അവൻ വീട്ടിൽ കയറി വന്നപ്പോഴേ അവർക്ക് മനസ്സിലായി ചന്ദന് മാത്രമാണ് കിട്ടിയത്, എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നു. അലി ജോലിക്ക് പോകുന്നു.
പോകുമ്പോൾ ചന്ദൻ ഫിസിക്കലിൽ ഇരിക്കുമ്പോൾ ഇവനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. പക്ഷേ ഇവൻ അധികം കോൾ എടുക്കാതെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. ശേഷം ഇവന്റെ അച്ഛന്റെ കാലിന്റെ പ്രശ്നത്തിനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം 2 ലക്ഷം രൂപ ചെലവാകുമെന്ന് പറയുന്നു. ഒരു 50,000 കെട്ടിയാൽ ഇൻസ്റ്റാൾമെന്റിലും അടയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറെ പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയില്ല, സെയിൽസ് ടീമിൽ ജോയിൻ ചെയ്യാമെന്ന് മാനേജറോട് പറയുന്നു. അയാളും ഓണറിന്റെ അടുത്ത് കൂട്ടിയിട്ട് പോയപ്പോൾ നീ നന്നായിട്ട് സെൽ ചെയ്യും അറിയാം, പക്ഷേ എന്നാലും ഒരു ബേസിക് ഡിഗ്രി ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു ദിവസം അലി ചന്ദനോട് ചോദിക്കുന്നു എന്തിനാണ് വെറുതെ വിളിച്ച് ശല്യം ചെയ്യണമെന്ന്. അപ്പോൾ ചന്ദൻ പറയുന്നു എന്തിനാ ദേഷ്യപ്പെടുന്നത്, നിന്റെ പേര് വന്നില്ലെങ്കിൽ എന്താ, എന്റെ വന്നല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ എനിക്കൊന്നും നിന്റെ ഔദാര്യം ആവശ്യമില്ല എന്ന് അലിയും പറയുന്നു. നിന്റെ വീട്ടിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടി, എനിക്ക് അങ്ങനെയില്ല എന്നൊക്കെ പറയുന്നു. അലി ഇവന്റെ ലവറിനെ കുറിച്ചും പറയുന്നു. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവനും ദേഷ്യം വന്ന് രണ്ടുപേരും അടിയായി അവിടുന്ന് പിരിഞ്ഞു. ഇവിടെ ഫിസിക്കൽ എക്സാം ആയി. ചന്ദൻ എല്ലാത്തിനും ഒരളവിൽ നന്നായിട്ട് തന്നെ പാസ്സായി. റിസൾട്ട് എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് ആയിട്ട് വരുമെന്ന് പറയുന്നു. ഇവിടെ അലിയുടെ അച്ഛൻ നടക്കാൻ വയ്യാതെ താഴെ വീണു. ഇവനാണെങ്കിൽ കമ്പനിയിൽ നിന്നും കുറെ ആർഒ മെഷീൻസ് ഒക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ കമ്പനിയിലെ മാനേജറും മുതലാളിയും ഒക്കെ അവനെതിരെ കേസ് കൊടുക്കാമെന്നൊക്കെ പറയുന്നു. ആ സമയത്താണ് ഒന്നും അറിയാത്ത പോലെ അലി അകത്തേക്ക് വന്നത്. നീ എന്താ ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന് ഒറ്റ ദിവസത്തിൽ തന്നെ ഞാൻ 8 മെഷീൻസ് സെയിൽ ചെയ്തു എന്ന് പറയുന്നു. എന്നാലും ഇങ്ങനെ ചെയ്യാവോ എന്ന് HR ചോദിക്കുമ്പോൾ ഓണർ പറയുന്നു 8 എണ്ണം വിറ്റോ എന്ന് പറഞ്ഞ് ഷോക്ക് ആവുന്നു. നമ്മുടെ കമ്പനിയിൽ ഇത് റെക്കോർഡാണ് എന്നൊക്കെ പറഞ്ഞ് നീ മിണ്ടാതെ സെയിൽസ് ടീമിൽ തന്നെ ജോയിൻ ചെയ്തോ എന്നും പറയുന്നു. ഇവിടെ ചന്ദന്റെ അമ്മയ്ക്ക് സ്കൂളിലെ ചോറ് വെക്കുന്ന ജോലി കിട്ടുന്നു. അപ്പോൾ എക്സ്ട്രാ ഒരു ഇൻകമായി പെട്ടെന്ന് വീട് കെട്ടാമെന്ന് അവർ സന്തോഷിക്കുന്നു. ശേഷം ചന്ദന്റെ ലവർ അവളുടെ സിസ്റ്ററിന്റെ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇവനും പങ്കെടുക്കുന്നു. അപ്പോൾ അവർ സംസാരിക്കുന്നു. ഫിസിക്കലും കഴിഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുമെന്നൊക്കെ ഇവൻ പറയുന്നു. അപ്പോൾ അവൾ കോളേജ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് നിർത്താൻ പോവുകയാണെന്ന് പറയുന്നു. അതിന്റെ പേരിൽ ഇവർ ചെറിയ വാക്കുവാദമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നു. ശേഷം ചന്ദൻ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നിൽക്കുകയാണ്. റിസൾട്ട് എന്താ ഇനിയും വരാത്തതെന്ന് പറഞ്ഞ് ഇവിടെ അലിയും അവന്റെ അച്ഛന്റെ കാല് ശരിയാക്കാനുള്ള ലോൺ നോക്കുകയാണ്. ലോൺ തരാം, നിന്റെ കമ്പനിയിൽ നിന്നും അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ടുപോവാ എന്ന് പറയുന്നു. അവിടെയുള്ള ഒരു സെക്യൂരിറ്റി പറയുന്നു ചന്ദനോട് ആരോടും പറയേണ്ട, ഗവൺമെന്റിൽ നിന്നും ഒരു ലെറ്റർ വന്നു, ആ സെലക്ഷൻ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്, ഇനി എപ്പോൾ വരുമെന്ന് അറിയില്ല, 6 മാസമോ 1 വർഷമോ ആകാമെന്ന് പറയുന്നു. അപ്പോൾ അവന് ഫോൺ വരുന്നു, ഒരു പ്രശ്നം പെട്ടെന്ന് വാ എന്ന് പറയുന്നു. അവനും അമ്മ ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് പോകുന്നു. അവിടെയുള്ള പേരൻസ് എല്ലാവരും വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. ഈ പെണ്ണ് ഏത് ജാതിയോ ഒന്നും അറിയില്ല, ഇവളൊന്നും ഭക്ഷണം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു. ആ അമ്മയ്ക്കൊരു അപമാനമായിരുന്നു. അങ്ങനെ അവർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റാതെയായി. പിറ്റേ ദിവസം ചന്ദന്റെ അച്ഛൻ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ സെലക്ഷൻ വരുന്നത് വരെ ഞാൻ വെറുതെയല്ലേ ഇരിക്കുന്നത്, ഞാൻ പോകാം എന്ന് പറഞ്ഞു പോണു. ഇവിടെ കമ്പനിയിലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ചോദിച്ചപ്പോൾ പോലീസിന്റെ അടുത്ത് നിന്നും NOC വാങ്ങിയിട്ട് പോയി എന്ന് HR പറയുന്നു. പക്ഷേ അത് അവന് വിഷമമുണ്ടായിരുന്നു. കാരണം വേറെ ആർക്കും ഇങ്ങനെ ചോദിക്കില്ല, അവനൊരു മുസ്ലിം ചെക്കൻ ആയതുകൊണ്ടാണ് അവനോട് മാത്രം ഇങ്ങനെ. ഇവിടെ ജോലിക്ക് പോയി അവിടെ വളരെ കഷ്ടപ്പെട്ട് സഹിച്ചിരുന്ന് 1 മാസം ശമ്പളം അങ്ങനെ വീട്ടിലേക്ക് തന്നെ ഇവൻ അയക്കുന്നു. ശേഷം HR അലിയോട് പറയുന്നു അന്നെന്തോ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണെന്ന് തോന്നുന്നു, അലീനെയും ഓണറിന്റെ വീട്ടിലേക്ക് വരാൻ പറയുന്നു. എല്ലാവരും അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവനും അങ്ങോട്ട് വന്നു. അലിയും ഇന്ത്യ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയോ ഇന്ത്യ ജയിച്ചു. അതിൽ എല്ലാവരും സന്തോഷപ്പെട്ട് കൈയടിച്ച് വിസിലടിക്കുകയാണ്. അപ്പോൾ HR നിന്റെ ആൾക്കാർ തോറ്റത്തിൽ നിനക്ക് വിഷമമായോ എന്ന് ചോദിക്കുന്നു. അതായത് ഇവൻ മുസ്ലിം ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാനാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു. ഓണറും തമാശയ്ക്ക് പറഞ്ഞതാണ്, കാര്യമാക്കണ്ട എന്ന് പറയുന്നു. വീണ്ടും പറഞ്ഞപ്പോൾ അവൻ അവരോട് ദേഷ്യപ്പെട്ട് ജോലിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു. ഇവിടെ ചന്ദന്റെ വീട് പണി തുടങ്ങുന്നു. അവൻ വീഡിയോ കോളിൽ കണ്ട് സന്തോഷപ്പെടുന്നു. ശേഷം അലി ട്രെയിൻ കയറി ചന്ദനെ കാണാൻ പോയി. അവനെ കണ്ടതിന് ശേഷം അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരയുന്നു. ശരി, ഞാൻ നിനക്ക് ഇവിടെ ജോലി നോക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നന്നായിട്ട് അവിടെ ജോലി എടുക്കുന്നു. ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞ് കുറച്ച് പൈസയൊക്കെ ആയി നാട്ടിലേക്ക് വന്ന് അച്ഛന്റെ ഓപ്പറേഷനും നല്ല രീതിക്ക് നടത്തുന്നു. ലീവ് കഴിഞ്ഞ് വീണ്ടും ഇവർ തിരിച്ചു പോകുന്നു. അവിടെ പോയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കൊറോണ അത് ഇതൊക്കെ വന്നപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് കമ്പനി അടയ്ക്കുകയാണെന്നൊക്കെ പറയുന്നു. തുടക്കത്തിൽ കമ്പനിയിൽ നിന്നും സഹായങ്ങളൊക്കെ കിട്ടി, പക്ഷെ പിന്നീട് അത് ഉണ്ടാവില്ല എന്ന് പറയുന്നു. കാരണം ഇത് എത്ര മാസങ്ങൾ നീടിക്കുമെന്ന് അറിയില്ല. പുറത്തിറങ്ങിയാൽ പോലീസും അടിക്കുന്നു. ഇവർ പരമാവധി റൂമിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ്. അപ്പോൾ കുറച്ചു പേര് പതിയെ പതിയെ നാട്ടിലേക്ക് പോകുന്നു. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലേ ഇവർക്ക് വാടക ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അവസാനം ഇവരും ഇറങ്ങിപ്പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ പോയവരെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചടിക്കുന്നു. ഇനി ഇവർ രാത്രി ഇറങ്ങി പോകാമെന്ന് തീരുമാനിച്ച് രാത്രിയാണ് ഇറങ്ങി പോകുന്നത്. വണ്ടി സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഉള്ളത് 1-2 ബസ്, അതിലും നല്ല നല്ല തിരക്കായിരിക്കും. അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് നടന്നു പോകുന്നവരെന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു. അങ്ങനെ പോയവരൊക്കെ ഇങ്ങനെയുള്ള ലോറിയിൽ കയറിയാണ് പോകുന്നത്. ലോറിയിൽ സ്ഥലം ഫുള്ളായി. മുകളിൽ ഇരിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ശരി എന്ന് പറഞ്ഞ് മുകളിൽ കയറിയിരിക്കുന്നു. പക്ഷെ മുകളിലാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ചന്ദനാണെങ്കിൽ പനിക്കണ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോറിക്കകത്ത് ഒരു ഫാമിലി ചുമച്ചു എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും കൊറോണ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. ആ ഫാമിലിക്ക് പകരം ഞങ്ങൾ കയറാമെന്ന് പറഞ്ഞ് ഇവർ കയറി. അവൻ ചുമക്കാതിരിക്കാൻ അവന്റെ വായും അടച്ചു പിടിച്ചു. പക്ഷെ അവൻ ചുമച്ചപ്പോൾ കൊറോണ എന്ന് ആൾക്കാർ പറഞ്ഞ് അവരെ നടു റോട്ടിൽ ഇറക്കി വിട്ടിട്ട് പോയി. അവിടെയാണെങ്കിൽ ഒരു വീടോ കൂടിയോ ഒന്നുമേ ഇല്ല. ഒരുപാട് കിലോമീറ്റർ കണക്കിന് അവർ നടക്കുന്നു. എങ്ങനെയോ ചെറിയൊരു ഗ്രാമത്തിൽ വന്ന് അവിടെ ഒരു പമ്പ് സെറ്റ് കണ്ടു. അവിടെ കുറെ നേരമായിട്ട് വെള്ളം അടിക്കുന്നു, കിട്ടുന്നില്ല. അപ്പോൾ അവിടെയുള്ള 4 പിള്ളേര് ഞങ്ങളുടെ നാട്ടിലും കൊറോണ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് അവരെ പോകാൻ പറയുന്നു. ഞങ്ങൾക്ക് കുറച്ച് വെള്ളം മാത്രം തന്നാൽ മതി, പോവാമെന്ന് പറയുന്നു. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് കല്ലെടുത്ത് എറിയുന്നു. അപ്പോൾ അവിടെ ഒരു അമ്മ ഇവർക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ശേഷം വീണ്ടും അവർ കിലോമീറ്റർ കണക്കിന് നടക്കുന്നു. ഒടുവിൽ ചന്ദന് ഒരുപാട് വയ്യാണ്ടായി. ഇവനും വീട്ടിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇവിടെത്തി അവിടെത്തി എന്നൊക്കെ. അവസാനം അവനെ ഉപ്പുമൂട്ട കയറ്റി ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് നടന്നതിന് ശേഷം അവനും ക്ഷീണിച്ചു. അവസാനം ചന്ദന് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുന്നു. അവൻ കുടിക്കുന്നില്ല. എന്താണെന്ന് നോക്കിയാൽ ചന്ദൻ മരിച്ചുപോയി. അലി അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു. അപ്പോൾ അതുവഴി വന്ന പോലീസുകാർ അവർക്ക് സഹായിക്കുന്നു. അവർക്കൊരു ആംബുലൻസ് റെഡിയാക്കി കൊടുക്കുന്നു. വിഷയം അവന്റെ ലവർക്കും എത്തി. അവളും കരയുന്നു. ഡെഡ് ബോഡി വീട്ടിലെത്തിയതും
അവന്റെ വീട്ടുകാർ പൊട്ടിക്കരയുന്നു. പക്ഷെ അവന്റെ അമ്മ മാത്രം കരയുന്നില്ല. അവൻ നിങ്ങൾക്കൊരു സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. വേറൊന്നുമല്ല, അത് അമ്മയ്ക്കുള്ള ചെരുപ്പായിരുന്നു. ഇത് കണ്ടതും ആ അമ്മയും നല്ല പോലെ കരയുന്നു. അവസാനം ആ ബോഡി കത്തിച്ച് ആ ചടങ്ങുകളൊക്കെ തീർക്കുന്നു. അതേ നേരം അവരുടെ വീടിന്റെ പണി പൂർത്തിയായി. അന്ന് വീട് ഓപ്പണിംഗും ആയിരുന്നു. ചന്ദന്റെ സ്ഥാനത്ത് നിന്ന് അലിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു പോലീസുകാരൻ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നു. പക്ഷെ പോലീസ് ആകേണ്ടവൻ ജീവനോടെയില്ല. അലി തന്റെ ഫ്രണ്ട് പറഞ്ഞത് ഓർക്കുന്നു. ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ പറഞ്ഞ് അവനും കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നു. ശേഷം കൊറോണയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇവരുടെ ദുഃഖത്തിന് മാത്രം ഒരു അവസാനമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഥ ഇതോടെ അവസാനിക്കുന്നു. ഈ കുടിയേറ്റ തൊഴിലാളികൾ എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ലാതെ പോലീസ് കണ്ടാൽ അടിക്കും. ഇതെല്ലാം കടന്ന് നടന്നു പോയവരുടെ എണ്ണം മാത്രം 4.25 കോടി ജനങ്ങളാണ്. അതിനുശേഷമാണ് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും അവരുടെ കഷ്ടം മനസ്സിലാക്കി ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത്. നമ്മുടെ ഈ ചന്ദൻ പോലെ മരിച്ചവരുടെ എണ്ണം എത്രയാണെന്ന് ആർക്കും അറിയില്ല.